കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. എന്നെ അനുസരിക്കുന്ന എൻ്റെ മക്കളോടൊപ്പം എൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. എൻ്റെ പ്രതിച്ഛായയും ചൈതന്യവുമായ എൻ്റെ സ്വന്തം മക്കളുടെ സാന്നിധ്യമാണ് എൻ്റെ സന്തോഷം. ഇമ്മാനുവേൽ ദൈവം എൻ്റെ മക്കളുടെ കൂടെ വസിക്കുന്നവനാണ്. ചുരുക്കം ചില മക്കൾ മാത്രമാണ് എൻ്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷവും ആശ്വാസവും സമാധാനവും സുരക്ഷിത ബോധവുമൊക്കെ അനുഭവിക്കുന്നത്. അധികം പേർക്കും ദൈവം അകലങ്ങളിലെ മങ്ങിയ അനുഭവമാണ്. പലരും അതിൽ തൃപ്തരുമാണ്. ബലഹീനമായ ജഡവും ലോകത്തിൻ്റെ ആസക്തികളും എൻ്റെ അടുക്കിലേക്ക് വരുവാൻ പലർക്കും തടസ്സമാണ്. എന്നിൽ ലക്ഷ്യം വെച്ച് ഉറച്ച തീരുമാനങ്ങളോടെ എൻ്റെ മക്കൾ ഹൃദയവാതിൽ തുറക്കുമ്പോൾ അവർ എന്നിലും ഞാൻ അവരിലും വസിക്കും. അതുണ്ടാക്കുന്ന സുരക്ഷിതബോധം വളരെ വളരെ വലുതാണ്. ശാഖ മുന്തിരിത്തണ്ടിൽ വസിക്കുന്നത് പോലെയുള്ള ആത്മബന്ധമാണ് എൻ്റെ മക്കളുമായി ഞാൻ ആഗ്രഹിക്കുന്നത്. തണ്ടിൽ വസിക്കുന്ന ശാഖയ്ക്ക് ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ലല്ലോ. എൻ്റെ സൗഹൃദ സ്നേഹബന്ധത്തിൽ ജീവിച്ചിരുന്ന ഏദൻ തോട്ടത്തിലെ മക്കളെ എന്നിൽ നിന്ന് അകറ്റുന്നതിൽ സാത്താൻ വിജയിച്ചു. ഇന്നും പാപവും അശുദ്ധിയും തിന്മകളുമൊക്കെ ഞാനുമായുള്ള ആത്മബന്ധത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ട്. എന്നിൽ നിന്നും അകറ്റാൻ എൻ്റെ മക്കൾ അനുവദിക്കാതെ ഒരു ശക്തിക്കും സാധിക്കില്ല. എൻ്റെ മക്കൾ എൻ്റേത് മാത്രമാണ്, എൻ്റെ സ്വന്തമാണ്. അവർ നിഷേധ ശക്തികൾക്ക് കീഴ്പ്പെടുന്നതും അവകാശമാകുന്നതുമൊക്കെ എനിക്ക് വേദനയാണ്. മക്കളെ, നിങ്ങളുടെ മനസ്സിലെ ഭയാശങ്കകളുടെ ആന്തരിക തിരമാലകൾ ശാന്തമാകാൻ ഹൃദയം എന്നിൽ ഉറപ്പിക്കണം. അപ്പോഴാണ് നിങ്ങൾ സ്ഥിരമാനസരാകുന്നത്. എൻ്റെ സ്നേഹകരങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന മക്കളെ, ഒരു ദുഷ്ടശക്തിക്കും അടർത്തി മാറ്റുവാൻ കഴിയില്ല. എൻ്റെ മക്കൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും ആത്മഹർഷമുണ്ടാക്കുന്ന അനുഭവമായിരിക്കും എന്നോടൊപ്പമുള്ള എൻ്റെ കരങ്ങളിൽ ചേർന്ന് നടക്കുന്ന അനുഭവം. ഞാൻ കൂടെയുള്ള ഓരോ നിമിഷവും എൻ്റെ മക്കളുടെ ജീവിതം ശാന്തിയും സമാധാനവും നിറഞ്ഞതായിരിക്കും. യോഹന്നാൻ 10-ാം അധ്യായം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം കേൾക്കുന്നു. എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. അവ ഒരിക്കലും നശിച്ചു പോവില്ല. എൻ്റെ അടുക്കൽ നിന്ന് അവയെ ആരും പിടിച്ചെടുക്കുകയുമില്ല.
അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരേക്കാൾ വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മക്കളെ പിടിച്ചെടുക്കുവാൻ ആർക്കും സാധിക്കില്ല. 139 സങ്കീർത്തനം. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ച് അറിയുന്നു. എൻ്റെ വഴികൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവേ, അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത വിധം ഈ അറിവ് ഉന്നതമാണ്. ഈ തിരുവചനങ്ങളാൽ ഇന്നേ ദിവസം ദൈവം നമുക്ക് സുരക്ഷിതബോധവും ആത്മവിശ്വാസവും നൽകട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.